ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. എനിക്കിതാ 2-3 ദിവസം മുമ്പ് നമ്മുടെ മരത്തിൽ നിന്നായിട്ട് വീണ് കിട്ടിയിട്ടുള്ളൊരു അണ്ണാൻ്റെ കുഞ്ഞാണ് ഈ കാണുന്നത്. അതിപ്പോൾ നല്ല ഉറക്കമാണ്, വളരെ ചെറുതാണ്, കണ്ണൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്കിതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അത് ഫുഡെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കുറച്ച് പാല് നമ്മൾ വെള്ളം കൂടെ എടുത്ത് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഫില്ലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ പാല് കുറച്ച് അതിന് കൊടുക്കാം. അതായത് ഇപ്പോൾ ഉണന്നിട്ടുണ്ട്. ഉണന്ന് കഴിഞ്ഞാൽ അതിന് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ നല്ല എളുപ്പമാണ് നമുക്കിത് ഫുഡ് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് വളരെ ചെറുതാണ്, കണ്ണൊന്നും തുറന്നിട്ടില്ല. ഈ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു കണ്ണെല്ലാം കൈകൊണ്ട് പൊത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് ഫുഡ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് പാല് കൊടുക്കാം. എന്താ മൂക്കിൻ്റെ അടുത്ത് തന്നെ വായുള്ളതുകൊണ്ട് മൂക്കിൽ കയറാൻ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. സാവധാനം ശ്രദ്ധിച്ച് നമുക്കത് കൊടുക്കാം. കണ്ടോ, കൊടുക്കുമ്പോൾ കുടിച്ചോളും. കണ്ടോ, സാവധാനം ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചായിട്ട് കൊടുക്കാം പാല്. ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. കണ്ടോ, ഇതുപോലെയാണ് മുതുകിൽ ചെറുതായിട്ട് വരയെല്ലാം വന്നിട്ടുണ്ട്. ഇത്ര വലിപ്പത്തിലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കുമ്പോൾ വയറ് വീത്തൊന്നും അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കുറച്ച് കുടിച്ചിട്ട് അത് പിന്നെ ഉറങ്ങും. അപ്പോൾ പിന്നെ നമ്മളപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കുടിക്കുന്നില്ലാണ്ട്. ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പക്ഷികളോ മറ്റൊക്കെ പിടിച്ചുകൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വലിയ അണ്ണാറക്കണ്ണം പിന്നെ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും അതിനെന്തെങ്കിലും പക്ഷികളോ മറ്റോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാവധാനം കുറച്ച് ശ്രദ്ധിച്ച് കൊടുത്താൽ മതിയാവും. കയ്യിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. നല്ല ആക്റ്റീവായിട്ടുള്ള ടൈമിലാണെങ്കിൽ നന്നായിട്ട് കൈക്കകത്തൂടെ ഓടും. കണ്ണൊന്നും തുറന്നിട്ടില്ല എങ്കിലും. ഞാനിങ്ങനെ പുറത്തൊന്നും അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറില്ല. അകത്ത് തന്നെ നമ്മുടെ ബേസ് ബോർഡിനകത്ത് തുണി ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കൈക്കുള്ളിൽ ഇതുപോലെ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട് കാണാം. തീരെ ചെറുതാണിത്. നമുക്ക് ക്യാമറയിൽ കാണുന്നത് അത്രയേ ഉള്ളൂ വലിപ്പം. അപ്പോൾ സാധാരണ ഈ ഒരു വലിപ്പത്തിലൊക്കെ നമ്മുടെ കയ്യിൽ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്കതിനെ നോക്കാൻ പറ്റില്ല, വളർത്താൻ പറ്റില്ല. ഇതിനെങ്ങനെ കൈകൊണ്ട് പിടിക്കും എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരും. നോർമൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വരും. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്കിത് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പം വളർത്തിയല്ലേ പറ്റും. അതുകൊണ്ടാണ് കണ്ടോ, കയ്യിലിറക്കി പിടിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് വയറ് വീത്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങും. നമുക്കിനി ഇതിനെ അധികം നേരം കൈ വെച്ചേക്കണ്ട. നമുക്ക് ആ ഒരു ബേസ് ബോർഡിലെ തുണിയിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സാവധാനം ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് ഒരു കാരണം വെച്ചാൽ ഇതിരിക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ നിന്ന് ഓടി ഓടി എവിടെയെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ഈ തുണി ഇങ്ങനെ ഒന്ന് ഇതാക്കി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത കാര്യം ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ അണ്ണാൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഫുഡെല്ലാം ഇതുപോലെ കൊടുത്ത് വളർത്തിയെടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക.
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഇതിന് ഇച്ചാപ്പി എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇച്ചാപ്പിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.